ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാൻ വേണ്ടി വന്നത് കേട്ടോ. നമ്മളിപ്പോൾ ജോലിച്ച് നിൽക്കുകയാണ്. കുറേ പേരുടെ കമൻറ്റ് കണ്ട്, പേഴ്സണലായിട്ടുള്ള കമൻറ്റ് ഞാൻ കണ്ട്, നിങ്ങൾ പറ്റിക്കുകയാണ്, ആൾക്കാരെ മണ്ടരാക്കുവാണ്, നമ്മുടെ വണ്ടി ഇറങ്ങേണ്ട സമയം കഴിഞ്ഞ് നിങ്ങൾ മനഃപൂർവ്വം എന്തൊക്കെ ചെയ്തിട്ടേക്ക് അതൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചൊക്കെ സോറി കമൻറ്റ് ചെയ്തേക്കുന്നുണ്ട്. നമുക്കാരും പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതിനുള്ള അതിനുള്ള റിപ്ലൈ കൊടുത്തായിരുന്നു. റിപ്ലൈ കൊടുത്തായിരുന്നു. നമ്മുടെ വണ്ടി അങ്ങനെ ആരും പറ്റിച്ചിറക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ വണ്ടിയുടെ പണി നടക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ജോലിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ അപ്ഡേറ്റിനെ പറ്റി ഇപ്പോൾ നിങ്ങളെ കാണിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയത്തേക്ക് കിടക്കുന്നതെല്ലാം പുതിയ മോഡൽ ട്രാവലറാണോ. ഇഷ്ടം പോലെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ബൈക്ക് ഇതേലും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാട്ടോ, ഇന്നൊന്നും ആരുമില്ല കൂടെ. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ വണ്ടിയെ പറ്റി കാണിക്കാം കേട്ടോ. ഇതങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി എടുക്കത്തെ കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ പണി. ഉണ്ടോ നമ്മളുടെ പണിയെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കി ടി വി കയറ്റി ഓൾമോസ്റ്റ് ഈ ഒരാഴ്ചക്കുള്ളിൽ വണ്ടി ഇറങ്ങും. ഞാൻ ബാക്കിൽ നിങ്ങളെ കറക്റ്റ് കാണിച്ചു തരാം. അതുകൊണ്ടോ മേളിൽ ഫുൾ വർക്കാണ് വന്നേക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മേളിൽ ഫുൾ വർക്കാണ് വണ്ടിക്ക് വരുന്നത്. അതേപോലെ തന്നെ അകത്തെല്ലാം ചെയ്യും. നമ്മൾ ഈ സീനറി എന്നതല്ല പറഞ്ഞത്, സീനറിയൊക്കെ വേറെ വെക്കും. അപ്പം മാറ്റിത്തരാമെന്ന് പറഞ്ഞവർ. പിന്നെ ഇതെല്ലാം ഒട്ടിച്ച് സീറ്റെല്ലാം അവിടെ അടിച്ചിട്ടുണ്ട്. സീറ്റ് നിങ്ങളെ കാണിച്ചു തരാം. അവിടെ എല്ലാം പാട്ടിട്ടേക്കണം, അവിടെ പോകാനൊക്കത്തില്ല. പിന്നെ അതേ ഗ്ലാഡിങ് ഉണ്ടോ, ഗ്ലാഡിങ്ങിന് പെയിൻ്റ് എല്ലാം അടിച്ച് കുട്ടപ്പനാക്കി. ഇതേ നമുക്ക് ഉണ്ടോ സൈഡത്തെ ഗ്ലാഡിങ് നോക്ക് ഗ്ലാസ് ഇടാൻ വേണ്ടി പോകും വണ്ടിയുടെ. ഇത് എക്സ്ട്രാ ഞാൻ ചെയ്യിപ്പിച്ചു കേട്ടോ സാധനം. ഈ മൂന്നെണ്ണം കണ്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട്. അവിടെ ബമ്പറിൻ്റെ പണി കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് കാണിക്കാം. ഇനിയിപ്പോൾ ഇന്ന് ഇതെല്ലാം കത്തിച്ച് കാണിക്കും നമ്മൾ, എന്നിട്ട് നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. ആ ഫ്രണ്ടിലെ ഈ സൈഡിലത്തെ കാണിച്ചില്ല, ഇവിടെ ഗ്ലാഡിങ് എല്ലാം പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അകത്ത് സൗണ്ടിൻ്റെ വയറിങ് കണക്ക് കേട്ടോ. അതുപോലെ വണ്ടിയുടെ ഫുള്ള് ഗ്ലാസ് ഇട്ട് ഇത് നോക്കി, നമ്മുടെ ഈ സൈഡിലും ഇവിടെ എല്ലാം ഗ്ലാസ് ഇട്ട് കണ്ടോ. ഇന്നത്തെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഫുഡ് ഈ സമയത്തുണ്ടെങ്കിൽ ചോറിന് വേണ്ടി ആ സമയത്ത് നമ്മൾ കാര്യം അവിടെ ഔട്ടിട്ടൊക്കെ ഉണ്ട്. അതായത് ഇതിനകത്ത് പാട്ടുണ്ട് ഭയങ്കര കോപ്പറേറ്റ് ഉണ്ട്. ഇത് കണ്ടോ ഇവിടെ എല്ലാം ഗ്ലാസ് ഇട്ട്. നമ്മുടെ ഇവിടുത്തെ ഗ്ലാസ് ഫിക്സ് ഗ്ലാസ് ആയിരുന്നു കേട്ടോ. നമ്മളത് മാറ്റി സ്വൈപ്പിംഗ് ഗ്ലാസ് ആക്കി കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നീക്കാൻ പറ്റിയ ഗ്ലാസ് ആക്കി. പിന്നെ ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ അടി വരുന്ന ലൈറ്റാണ്, ഫ്ലാഷറായി വരുന്നത് കേട്ടോ. കണ്ടോ അത് ഇത്രയും ഇതൊക്കെ വണ്ടിയുടെ ഡാഷ്ബോർഡൊക്കെയാണ് പെയിൻ്റ് അടിച്ച് വെച്ചേക്കും. അതൊക്കെ ഡോർ പാഡൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ, നല്ല ഇളക്കി വെച്ചേക്കല്ലേ. സൈഡിൽ ഇൻഡിക്കേറ്റർ കൊടുത്തു കേട്ടോ. നേരത്തെ ഇത് കൊടുത്തില്ലായിരുന്നു. ഇങ്ങനെ വരും. അങ്ങനെ ഇൻഡിക്കേറ്ററെല്ലാം കൊടുത്ത് പിന്നെ അപ്പുറത്തും കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ. ഇതൊക്കെ ലൈറ്റ് കേട്ടോ. ഇതെല്ലാം ലൈറ്റ് ഇതൊക്കെ ഇളക്കമുള്ള അത് പിന്നെ മേളിൽ പിന്നെ മൊത്തം അപ്പുറം ഇപ്പുറം ലൈറ്റ് കൊടുത്ത് പണി അടുത്താഴ്ചക്കുള്ളിൽ വണ്ടി കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിയും. നമുക്ക് നാട്ടിൽ പോയിട്ട് ഗ്ലാസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് അടിക്കണം, അതല്ല എ സിയുടെ തണുപ്പ് അങ്ങോട്ട് കറക്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ആ ലെവല് കയറ്റണം. അങ്ങനെ കുറേ പണിയുണ്ട്. ഒരു കുറച്ച് റെസ്റ്റ് എടുക്കണം. സ്റ്റോർ വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് വെക്കാനുള്ള ഹോണാട്ടോ ഇത്. 2 ഹോൺ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് വണ്ടിക്ക് വെക്കാനുള്ള. അതേപോലെ ഇവിടെ കണ്ടോ ലൈറ്റ് വെച്ചേക്കുന്നുണ്ടോ. എക്സിറ്റ് റൂമിനൊക്കെ ലൈറ്റ് വെച്ചേക്കും കേട്ടോ. താഴെ ബമ്പറുണ്ട്, ഞാൻ ഇപ്പോൾ കാണിക്കത്തില്ല, ഒന്ന് വിചാരിക്കരുത്. കാണിച്ചു തരാം ലാസ്റ്റ് ഫൈനൽ ഔട്ട് കാണിച്ചു തരാം. ഇവിടെ കേട്ടോ വണ്ടിയുടെ ആമ്പെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ടി വിയുടെയും അകത്തെ ലൈറ്റിൻ്റെയൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ വണ്ടിക്ക് വോക്കറുണ്ട് കേട്ടോ. വോക്കർ നമ്മൾ ചെയ്യുന്നില്ല. കാര്യം എന്താ അറിയാം, ഭയങ്കര പിടുത്തമുണ്ട്. വരെ നമ്മൾ പുതിയ വണ്ടി ഇറക്കിയോട്ട് എന്നിട്ട് വെറുതെ എന്തിനാണ് പള്ളി മേടിക്കുന്നത്. അതുകൊണ്ട് വോക്കർ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. അത് പിന്നെ അതിൻ്റെ ഇത് കിട്ടാൻ നമുക്ക് സമയം പോലെ വീട്ടിൽ പോയി ചെയ്യാം. സോ വീട്ടിലല്ല, നാട്ടിൽ എവിടെയും ചെയ്യാം വോക്കർ കേട്ടോ. പിന്നെ ഇവിടെ കാണിച്ചില്ല, ഡാഷ്ബോർഡ് ഫുള്ള് പെയിൻറ്റ് ചെയ്ത്. ഇത് നമ്മുടെ എ സിയുടെ സാധനം ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം കണ്ടോ, ഇവിടെ എല്ലാം മറ്റേ ഇതെന്തോ പെയിൻറ്റിൻ്റെ പേരൊന്നും തരത്തില്ല, ബ്ലാക്ക് ആൻഡ് ഗോൾഡ് എന്തോ കളറാണ്. ഇവിടുത്തെ സംഭവം ആൻഡ്രോയിഡ് ഡിസ്പ്ലേ വരുന്നത് അവിടെ. അതേപോലെ തന്നെ മേളിൽ നോക്കി അതെല്ലാം സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്രോഗ്രാം വരെ ഇട്ട് കണ്ടില്ല ഞാൻ, കാണുമ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ആ സാധനത്തിന് പ്രിൻ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാറ്റും. അവിടെ നമ്മുടെ സ്പീക്കറൊക്കെ ഇരിക്കുന്നുണ്ടോ. ഗൈസ് ഇതാട്ടോ പുതിയ മോഡൽ ഗ്രില്ല്, പുതിയ വണ്ടിക്ക് വരുന്നത്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുണ്ടോ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ വണ്ടിക്ക് ചിലപ്പോൾ കേട്ടും ചിലപ്പോൾ കേട്ടത്തില്ല, ഉറപ്പില്ല. ഇങ്ങനെ വരും ഗ്രില്ല് കേട്ടോ. ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ ഭാഗത്ത് നെറ്റ് ഒരു സിൽവർ ടൈപ്പ് ഇത് ഉണ്ടോ. നമ്മുടെ വണ്ടിയുടെ സൺഷെയ്ഡ് സെറ്റ് ചെയ്യും കേട്ടോ ഡോറിൽ. ഓക്കെ ഇതാകട്ടെ നമ്മുടെ വണ്ടിയുടെ സീറ്റ്. ഇതേ
പുഷ് ബാക്ക് സീറ്റ് ഉണ്ടോ, ഇവിടെ പ്രസ് ചെയ്യാൻ പുറമോട്ട് പോയി. ബാക്ക് സീറ്റ്, ഡ്രൈവർ സീറ്റ് ഇത് ഇവിടെ പണി വെച്ചിട്ടുണ്ടോ, ആ ഡ്രൈവർ സീറ്റ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ടോ. അതിൻ്റെ മണ്ടയ്ക്ക് അഡ്രസ്സിന് വരും കേട്ടോ, അതൊക്കെ അയച്ചു വെച്ചേക്കും. ഇവരൊക്കെ പണിയുന്നത്, ഇതാ ചേട്ടന്മാരൊക്കെ പണിയുന്നത്. സീറ്റിൻ്റെ അഡ്രസ്സിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുള്ളൂ കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മുടെ സീറ്റിനൊന്നും അഡ്രസ്സ് വെക്കാത്ത. അത് വെച്ചിട്ട് വൈകുന്നേരത്ത് കാണിക്കാൻ പറ്റിയ കാണിക്കാം. ഇപ്പോൾ സീറ്റിറങ്ങിയപ്പോൾ തന്നെ ഇറങ്ങും കണ്ടോ. ഇതൊക്കെ നമ്മുടെ സീറ്റാന്ന് തോന്നി കിടക്കുന്നത് ആണ് കണ്ടോ. നമ്മുടെ വണ്ടിയുടെ സൈഡിൽ സീനറി കേട്ടോ. ഇതെല്ലാം മാറ്റി നമ്മൾ കൊടുത്ത ഫോട്ടോ എത്താൻ പോട്ടോ. ഇതെല്ലാം ഫിറ്റ് ആയിരുന്നു, ഇപ്പോൾ അയച്ച് മാറ്റിയതല്ലാതെ. അത് ഡാഷ്ബോർഡ് വരുന്നത് ഫ്രണ്ടിട്ട്. നമ്മുടെ അവിടെ ആൻഡ്രോയിഡ് സീരിയ വരും, നമ്മൾ അവിടെയും വരും. ആ സാധനം നമ്മുടെ കളറ്. സത്യത്തിൽ നമ്മൾ ഇവിടെ പോലീസ് ജീപ്പിൻ്റെ വർക്ക് എടുക്കും കേട്ടോ. പാച്ച് വർക്കിന് വന്നാൽ വെളിയിൽ നിന്ന് വരുന്ന കുറേ വേണ്ട വർക്കൊക്കെ എടുക്കും. ഇവിടെ കിടക്കുന്ന വണ്ണത്തിൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്ന പണിയാൻ. ഇതിനും അകത്ത് പണിയാൻ തോന്നുന്നു കേട്ടോ. ഫ്ലോറിൻ്റെയൊക്കെ ഫ്ലോറ് ഇന്ത്യയിൽ വർക്ക് മൊത്തം ഉണ്ടോ. സോണൊക്കെ ഫിറ്റ് ചെയ്ത് കേട്ടോ വണ്ടിയുടെ കണ്ടോ. അതേസമയം നമ്മുടെ വണ്ടിയുടെ ഇവിടെ ഡോറിൻ്റെ മേളിൽ ഇത് വെച്ച് സൺഷെയ്ഡ് വെച്ചിട്ട് ഉണ്ടോ. ഇവിടെ ഗ്ലാസ്സൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുക. ഇവിടെ അകത്ത് ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ഇത് ലൈറ്റിൻ്റെ അകത്ത് കിടക്കുന്ന വേറെ. ഡ്രൈവർ ഡോറിനകത്ത് ലൈറ്റില്ല. ഗായ്സ് അതേസമയം നമ്മുടെ വണ്ടിയുടെ അകത്തെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ എല്ലാം അഴിച്ചുകൊണ്ട് പോയി. നമ്മൾ ഇവിടുത്തെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് വരും. ഇതെല്ലാം കഷ്ടം രാവിലെ എല്ലാം ചെയ്ത് കേട്ടോ. നമ്മൾ ഇവിടുത്തെ ഫോട്ടോ അവർ കണ്ടില്ലായിരുന്നു, അത് ചുറ്റിപ്പോയത്. കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഇതൊക്കെ വെച്ച് കേട്ടോ. ഇവിടുത്തെ ഡോർപ്പാട് വെച്ച് ഇവിടെ വെച്ച് നമ്മൾ ഡ്രൈവർ ഡോറിൻ്റെയും പാസഞ്ചർ ഡോറിൻ്റെയും സൈഡിലത്തെ ഡോർപ്പാടും വെച്ച് ഇത് അവിടെ മറ്റേ പിടി വെക്കുന്നുണ്ട് നോക്ക് കണ്ട. അത് അകത്തോട്ട് പിടിച്ച് കയറാനുള്ള വണ്ടി ഇപ്പോൾ ഉടനെ ഇറങ്ങും കഴിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞ് നടക്കുക. സബ്ബൂടെ കയറണം ഇവിടെ, സോറി പഞ്ച് ബോക്സോടെ കയറണം അവിടെ. അവിടെ കഴിഞ്ഞാൽ മതി. കഴിച്ച് പോക്കലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഏറ്റവും ഒരു ഉപകാരം. അല്ലെ നമ്മൾ വെറുതെ പോക്കലും കയറ്റി വെച്ച് ആകാനും പോയന്നെ വണ്ടിയും പിടിച്ച് എന്തിനാണ് വെറുതെ കണ്ടത്ത വണ്ടി വന്നത്. ആകെയോ ഉണ്ടായിരുന്നു കുഴപ്പമെന്ന് പറഞ്ഞിട്ടായിരിക്കില്ല. വെറുതെ പരിഹാരം ഉണ്ടാക്കാം. നമ്മുടെ വണ്ടിയുടെ ഇതുണ്ട് പിടിക്കാനുള്ള സൗകര്യം കാണാം. ഇതേവിടെ നമുക്ക് ഉണ്ടോ. നമ്മുടെ വണ്ടിയുടെ മറ്റേ എന്തൊക്കെയോ ഒന്ന് കാണിച്ചില്ലേ, ഫ്രണ്ട് എച്ചപ്പ് വെക്കാം, ഇതൊക്കെയായിരുന്നു. മലപ്പുറം കത്തി അമ്പും ബില്ലൊക്കെ ആയിരുന്നു, എല്ലാം പോയി. ഒരു വട്ടം എന്നിട്ട് പാത്ത് കേട്ടാൽ മതി. കുഴപ്പമില്ല, നമുക്കിപ്പോൾ നോക്കെല്ലാം ഇറങ്ങിയിട്ടെ നാട്ടിൽ ചെന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ശാന്തമാകുമ്പോൾ വെക്കാൻ അനുവദിക്കുമ്പോൾ അപ്പോൾ വെക്കാം. എന്നാ പ്ലാൻ ഇല്ലേലും കുഴപ്പമില്ല. പിന്നെ വേറെ എന്തോ പറയാൻ വന്നായിരുന്നു, മറന്നു എന്തിനായിരുന്നു. നമ്മുടെ ഞായറാഴ്ച നമ്മുടെ വണ്ടിയുടെ ഒറിജിനൽ പേര് നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ബിഗ് ബോയ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം കിടപ്പുണ്ട്. അതിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. അതിനകത്ത് ഞായറാഴ്ച വൈകുന്നേരത്ത് നമ്മുടെ വണ്ടിയുടെ ഒറിജിനൽ പേര് നമ്മൾ റിവീൽ ചെയ്യും. പിന്നെ ആ പേരായിരിക്കും വണ്ടി കിട്ടിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളെ കാണിക്കാം. ഈ ഫോൺ ചാർജില്ല, ഫോണിൽ ഓഫ് ആയിട്ടുണ്ട്. അപ്പം ബാക്കി അപ്ഡേറ്റുള്ള വീഡിയോ നമ്മൾ ഉടനെ അടുത്ത ദിവസം തിരിച്ചു വരുന്നുണ്ട് കാണാനായിട്ട്. വണ്ടി ഇറങ്ങാറാകുമ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു നല്ല കാര്യം. എനിക്കൊരു ഞാൻ ഞായറാഴ്ച വൈകുന്നേരത്ത് വന്നിട്ട് ഇവിടെ റൂം എടുക്കുമായിരിക്കും. അതായിരിക്കും എൻ്റെ പ്ലാൻ. ഞായറാഴ്ച റൂം എടുത്തിട്ട് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പ്ലാൻ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ടാറ്റ.